ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെനഡിക്റ്റ് പ്രയർ 24-ാം ദിനം. ഇന്ന് ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ നമ്മൾ അനുഗ്രഹിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാം വചനം. സാബത്ത് വിശുദ്ധമായി ആചരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സാബത്ത്, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിനം പരിശുദ്ധമായി ആചരിക്കുവാനും സഭ പ്രാദേശികമായി സാബത്ത് ദിവസമായി വിശുദ്ധ ദിനമായി ആചരിക്കുവാൻ പറഞ്ഞിരിക്കുന്ന ദിവസം വിശുദ്ധമായി ആചരിക്കുവാൻ വേണ്ടി കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ടതോ നിഷിദ്ധമായതോമായ ഒന്നും ചെയ്യാതെ ആ സാബത്തിന്റെ, കർത്താവിന്റെ ദിനത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയോ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവത്തിന് കീഴ്വഴങ്ങി ദൈവത്തോട് വിധേയമുള്ളവരായി വിശുദ്ധ കൂദാശയ്ക്ക് അധിഷ്ഠിതമായ ജീവിതം അവർക്ക് ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് 20:8 സാബത്ത് വിശുദ്ധമായി ആചരിക്കുക. കർത്താവായ ഈശോയെ, അങ്ങേക്ക് പ്രതിഷ്ഠിതമായ വിശുദ്ധ ദിനം പരിശുദ്ധിയോടെ ആചരിക്കുന്നവരായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരട്ടെ. കർത്താവെ, സാബത്ത് ദിനത്തിൽ നിഷിദ്ധ ജോലികളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും വിശുദ്ധ കൂദാശകളോടും തിരുനാളുകളോടും വിശുദ്ധ ദിനങ്ങളോടുമുള്ള ഭക്തികൾ വളരുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയുടെ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.